നിലവിൽ മലയാള സിനിമയ്ക്ക് വലിയ മാർക്കറ്റുള്ളതാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മലയാള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ആകെ 6 സിനിമകൾക്ക് മാത്രമാണ് 10 കോടിക്ക് മുകളിൽ ഓവർസീസിൽ വിതരണ തുക ലഭിച്ചിട്ടുള്ളത്. അവയെല്ലാം സൂപ്പർ താര ചിത്രങ്ങളുമാണ്. ഇവയിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയും ചിത്രങ്ങൾ മാത്രമേയുള്ളൂ. മലയാളത്തിൽ ഇവർക്ക് മാത്രമാണ് കൃത്യമായൊരു സ്റ്റാർഡം ഉണ്ടെന്ന് പറയാൻ കഴിയുക. ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ലഭിച്ചിട്ടുള്ള സിനിമകളെന്ന് നോക്കാം. 2022 റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ CBI 5 ഓവർസീസിൽ 10 കോടിയോളം തുക ലഭിച്ചിരുന്നു. CBIയുടെ 5ാം ഭാഗമായതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പിലാണ് ചിത്രം തിയേറ്ററിലെത്തിയത്. SN സ്വാമിയുടെ തിരക്കഥയിൽ K മധു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഓവർസീസിൽ 10 കോടിക്ക് മുകളിൽ വിതരണാവകാശം ലഭിച്ച മറ്റൊരു ചിത്രമാണ് മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പേട്രിയറ്റ്. 2026 ഏപ്രിൽ 23 റിലീസ് പ്രഖ്യാപിച്ച ചിത്രം മലയാളത്തിലെ വലിയ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൊന്നാണ്. ഓവർസീസിൽ വലിയ തുക വിതരണാവകാശമായി ലഭിച്ച ചിത്രമായിരുന്നു ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ. 2025 തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ. പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു. ഏതാണ്ട് 144 കോടിക്ക് മുകളിലാണ് ഓവർസീസിൽ നിന്ന് എമ്പുരാൻ നേടിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിതരണ തുക ഓവർസീസിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു എമ്പുരാൻ. മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ വലിയ സ്റ്റാർഡമുള്ള നായകനാണ് ദുൽഖർ സൽമാൻ. ദുൽഖറിൻ്റെ കരിയറിലെ വമ്പൻ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കിങ് ഓഫ് കൊത്ത. അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമ 2023 പുറത്തിറങ്ങിയത്. ഓവർസീസിൽ വലിയ തുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വിതരണാവകാശമായി ലഭിച്ചത്. കിങ് ഓഫ് കൊത്തയ്ക്ക് പ്രേക്ഷകരുടെ പ്രതീക്ഷ നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഓവർസീസിൽ റൈറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വലിയ നേട്ടമാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ദുൽഖർ സൽമാൻ തന്നെയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചതും. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിതരണാവകാശ തുക വിദേശത്തു നിന്നും ലഭിച്ച ചിത്രമായിരുന്നു മോഹൻലാലിൻ്റെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മലയാള സിനിമയിൽ ആദ്യമായി 10 കോടിക്ക് മുകളിൽ ഓവർസീസ് റൈറ്റ്സ് ലഭിച്ച ചിത്രവും മരക്കാറായിരുന്നു. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു. വലിയ ബഡ്ജറ്റിലൊരുങ്ങിയ മരക്കാർ കോവിഡിൻ്റെ പ്രശ്നത്തിൽ പെട്ടുപോയ ചിത്രമായിരുന്നു. OTTയിലാണോ തിയേറ്ററിലാണോ സിനിമ റിലീസാവുക എന്നൊക്കെയുള്ള സംശയങ്ങൾക്കൊടുവിൽ 2 ആഴ്ചത്തേക്ക് ചിത്രം തിയേറ്ററിൽ കളിക്കുകയായിരുന്നു. വളരെ മോശം പ്രതികരണം ലഭിച്ച ഈ ചിത്രം തിയേറ്ററിൽ കൂപ്പുകുത്തി വീണു. എങ്കിലും വിതരണാവകാശത്തിൻ്റെ കാര്യത്തിലും മറ്റ് തുകകളുടെ നേട്ടത്തിലുമൊക്കെ മരക്കാർ വലിയ അത്ഭുതമാണ് മലയാള സിനിമയിൽ സൃഷ്ടിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വിതരണാവകാശം ഓവർസീസിൽ നിന്നും സ്വന്തമാക്കിയ ചിത്രമാണ് ദൃശ്യം 3. 2026 ഏപ്രിൽ 2 ചിത്രം തിയേറ്ററിലെത്തുകയാണ്. ദൃശ്യം എന്ന മലയാളത്തിൻ്റെ ബ്രാൻഡ് ഫ്രാഞ്ചൈസിൻ്റെ 3ാം ഭാഗമാണ് ഈ വരുന്ന ചിത്രം. നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി 10 കോടിക്ക് മുകളിലാണ് ദൃശ്യം 3യുടെ റൈറ്റ്സ് പോയിരിക്കുന്നത്. ഓവർസീസിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന പരമാവധി തുകയുടെ ഏതാണ്ട് 4 ഇരട്ടിക്ക് മുകളിൽ ദൃശ്യം 3ക്ക് വിതരണാവകാശം ലഭിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ഫ്രാഞ്ചൈസാണ് ദൃശ്യത്തിൻ്റേത്. അതിനാൽ തന്നെ ദൃശ്യത്തിൻ്റെ 3ാം ഭാഗത്തിന് വലിയ രീതിയിലുള്ള കാത്തിരിപ്പുണ്ട്. 2013 മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു ദൃശ്യത്തിൻ്റെ ആദ്യ പതിപ്പ്. 2ാം ഭാഗം OTTയിലാണ് റിലീസ് ചെയ്തത്. അതും വലിയ രീതിയിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു.